അയ്യോ ഞാൻ കല്യാണം വിളിക്കുന്ന പോലെ ഹായ്, ഇന്നെന്റെ കല്യാണമാണ്. നവംബർ 3 സൺഡേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേട്ടനൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ്റെ വീട് പെരുമ്പാവൂരാണ്, പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 23 വയസ്സായപ്പോൾ തൊട്ട് വീട്ടിൽ ഭയങ്കര കല്യാണാലോചനയായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാട്രിമോണിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 വർഷമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുകയായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ലായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് ഒരാളെ ഇൻട്രസ്റ്റ് അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്, ഞങ്ങളുടെ എൻ്റെ ബർത്ത്ഡേ സെയിം ഡേ ആയിരുന്നു, ഓഗസ്റ്റ് 31. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, എൻ്റെയും ചേട്ടൻ്റെ ചേച്ചിയുടെയും ബർത്ത്ഡേ സെയിം ഡേ. ഒരു വീട്ടിലെ 3 പേരുടെ ബർത്ത്ഡേ സെയിം ഡേ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു സ്ട്രൈക്കിംഗ് തോന്നി. എപ്പോഴും ഞാനൊരു സ്പാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കൊരാളെ കാണുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വേണമെന്നുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് കാണാനിരുന്നു അന്ന് ഞാൻ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കാണുന്നത് ജനുവരി 24 തീയതിയാണ്. അന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. അന്ന് എൻ്റെ സ്വന്തം ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല, ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ഇനി എന്താ പറയാനുള്ളത്? ഞാനവളും തമ്മിൽ 2 വയസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ചേട്ടൻ അനിയത്തി അങ്ങനെ ഒരു ബോണ്ടല്ലായിരുന്നു. എപ്പോഴും തല്ലും അടിയും ഒക്കെ പിടിച്ച് അങ്ങനെ ഭയങ്കര കൂട്ടൊക്കെ ആയിരുന്നു. ഇനി അതൊക്കെ മിസ് ചെയ്യും. ജീവനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാട്രിമോണി വഴിയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അവർ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവരും ഇതുപോലെ തന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാറ്റ് ആൻഡ് മൗസ് ഒക്കെ പോലെ അവരായി, അവരുടെ ലോകങ്ങളായി. ജഗമഗിസോ സഖി സീഗമനാ സുഖി മധുരഗാന ചതുരേ മൗന ദിനവു അരണുവോ. ഇവൻ മരിച്ച് ഇതുവരെ സർപ്രൈസ് ആയിട്ടില്ല. വണ്ടിയിലുണ്ട്. അത് അറിയുമ്പോഴത്തേക്കാണ് ഈ സർപ്രൈസ് ആണ്. ഇവന്റെ ഉള്ളിലെ കലാകാരനെ ഞങ്ങൾ പുറത്തടിച്ചിരിക്കുന്നതാണ്. ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജാണ്, പക്ക അറേഞ്ച്ഡ് മാരേജാണ്. പക്ഷെ ഞങ്ങളെ കാണുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ലവ് മാരേജ് ആണെന്നാണ്. എനിക്കും ചേട്ടന് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ദിവ്യാൻ ഭയങ്കര പാവമാണ് കേട്ടോ, ഭയങ്കര പാവമാണ്. ആളെ കണ്ടാൽ ഭയങ്കര സീരിയസ് ആളാണ്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ലൈഫ് തീർന്നു, ഇത്ര സീരിയസ് ആയിട്ടുള്ള ആളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്ത്. പക്ഷെ ഭയങ്കര പാവമാണ്, ഭയങ്കര സ്വീറ്റാണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും
അപ്പൊ ഇതാണ് എൻ്റെ കുട്ടി വലിയ ലൈഫ് സ്റ്റോറി. അപ്പൊ ശരി, ബൈ. അയ്യോ, കസേര എടുത്തില്ല. അമ്മേ, നല്ല കഥ കേട്ടോ.